ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കാൻ മറന്നു കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ? എല്ലാവരും അടിച്ചു പൊളിച്ചോ? ഓസ്ട്രേലിയയിൽ ഞങ്ങൾ അടിപൊളിയായിരുന്നു കേട്ടോ. ക്രിസ്മസിൻ്റെ ഒക്കെ ഒത്തിരി വീഡിയോസ്, ഷോർട്ട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്, അല്ലാത്തവർ ചാനലിൽ പോയി കാണോട്ടോ. പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ മെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓസ്ട്രേലിയയിൽ ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ നവംബർ ലാസ്റ്റ് തുടങ്ങി ഡിസംബർ 24 വരെ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ക്രിസ്മസ് ലൈറ്റ് ഫെസ്റ്റിവൽ. നമ്മൾ പല തരത്തിലുള്ള ഫെസ്റ്റിവൽ കണ്ടിട്ടുണ്ട്, പക്ഷേ ക്രിസ്മസ് ലൈറ്റ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞില്ലേ, അതൊരു സംഭവം കേട്ടോ. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു ലേക്കിന് ചുറ്റും കേട്ടോ ഇതെല്ലാം അറേഞ്ച് വെച്ചോണേ. എന്തോ ഒരു ഭംഗി തരാമോ. എന്നാൽ പിന്നെ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. വൈകുന്നേരം ഒരു 4 മണിയായപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. ജീലോങ് എന്ന സ്ഥലത്തിൻ്റെ, ഈ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തിൻ്റെ പേര്. വീട്ടിൽ നിന്ന് ഒരു 137 കിലോമീറ്റർ, ഏകദേശം ഒരു 1.25 മണിക്കൂർ കൊണ്ട് നമ്മൾ സ്ഥലത്തെത്തും. ക്രിസ്മസിൻ്റെ ടൈമും പിന്നെ സ്കൂൾ വെക്കേഷനൊക്കെ ആയ കാരണം റോഡിലൊന്നും ഒട്ടും തിരക്കില്ല കേട്ടോ. അല്ലെങ്കിൽ എന്തായിരിക്കും തിരക്കെന്നറിയാമോ. അങ്ങനെ ഞങ്ങൾ നേരെ നമ്മുടെ അഡ്വഞ്ചർ പാർക്കിൻ്റെ പാർക്കിംഗ് ഏരിയയിലെത്തി. ഏക്കർ കണക്കിന് സ്ഥലത്തായിട്ടോ പാർക്കിംഗ് അറേഞ്ച് വെച്ചിരിക്കണേ. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇനി നമ്മൾ അകത്ത് കയറണം. ആ ഒരു തിരക്ക് നോക്കി, അതേപോലെ ക്യൂ ആയിരുന്നു കേട്ടോ. 6 മണി തുടങ്ങി രാത്രി 10:30 വരെയാണ് ഇതിൻ്റെ അകത്തുള്ള പ്രവേശനം നമുക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ നേരെ അകത്തേക്ക് കയറി. ഈ ലൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നത് ഒരു വലിയൊരു ലേക്കിന് ചുറ്റുമാണ്. അപ്പോൾ ആ ലേക്കിൻ്റെ അകത്ത് ഗ്രിഞ്ചിൻ്റെ ഒരു കലാപ്രകടനമുണ്ട്. ഗ്രിഞ്ച് ആരാന്ന് ഞാൻ പറയണത് നിങ്ങൾക്കറിയാലോ. ക്രിസ്മസ് സമയത്ത് ഈ പച്ച കളർ ഡ്രസ്സിൽ വന്നിട്ട് ക്രിസ്മസ് ഗിഫ്റ്റുകളും അലങ്കാരങ്ങളൊക്കെ നശിപ്പിച്ച് ഇതൊക്കെ മോഷ്ടിച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഈ ഗ്രിഞ്ച് എന്ന് പറയുന്നത്. പിള്ളേർക്ക് ഭയങ്കര രസമായിരിക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോഴാണ്, ഇപ്പം നൈറ്റ് ആയിട്ടില്ലല്ലോ, അതുവരെ പിള്ളേർക്ക് ക്രിസ്മസ് തീമിൽ ഒത്തിരി കിഡ്സിനുള്ള റൈഡുകളുണ്ട്. നമുക്കതൊക്കെ കാണാം കേട്ടോ. അതിൻ്റെ അകത്ത് നമുക്ക് കയറുകയും ചെയ്യാം. അതിൻ്റെ അകത്തുള്ള ലൈറ്റുകളൊക്കെ നോക്കി എന്ത് രസം എന്ന് പറയുമ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ഏരിയയിൽ മൊത്തം ഫാമിലീസായിരുന്നു. മെൽബണിൽ അതല്ലെങ്കിൽ ഓസ്ട്രേലിയയിലുള്ള ആൾക്കാർ ക്രിസ്മസ് ടൈമിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ക്രിസ്മസ് ലൈറ്റ് ഫെസ്റ്റിവൽ. അഡ്വഞ്ചർ പാർക്കിൻ്റെ അകത്തുള്ളത് എന്തൊരു രസമെന്ന് പറയുമ്പോൾ സമയം പോകുന്നത് അറിയില്ലടാ. നമ്മൾ അത്ര ബ്യൂട്ടിഫുള്ളാണ്. ഒരു ചെറിയൊരു എൻട്രി ഫീ ഉള്ളൂ. അതൊക്കെ നമുക്ക് എന്താ പറയുക, റീസണബിൾ റേറ്റ് ആണെന്നാലും അതിനുള്ളൊരു മുതലുണ്ട് എന്തായാലും ഈ അഡ്വഞ്ചർ പാർക്ക്. പിള്ളേരൊക്കെ റൈഡുകളിലൊക്കെ കയറ്റി കളിപ്പിച്ച് എല്ലാം കഴിപ്പിക്കും. പതുക്കെ ഇരുട്ടായി തുടങ്ങിട്ടോ. ഓസ്ട്രേലിയയിൽ സമ്മറായി കഴിഞ്ഞ് ഇരുട്ടാവണമെങ്കിൽ ഒരു 8:30-9 മണിയൊക്കെ ആവണം. പതുക്കെ ലൈറ്റുകളൊക്കെ തെളിഞ്ഞു തുടങ്ങി. എന്താ ഒരു ഭംഗി എന്നറിയാമോ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തില്ലേ അടിപൊളി റെസ്റ്റോറൻറ്റുകൾ, ലൈവ് പ്രോഗ്രാം, അതിന് പുറമെ പിള്ളേർക്കുള്ള എവിടെ പോയാലുണ്ടാവുമല്ലോ ഓരോ മറ്റേ സ്റ്റിക്കുമ്പോൾ പലതരത്തിലുള്ള ലൈറ്റുകളും കാരണം, അതുപോലെ ബബിൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കുറേ പരിപാടികൾ. ഈദിനും അപ്പൂസും കുട്ടി ബേബിയൊക്കെ അത് വേണമെന്ന് പറഞ്ഞ് പിടിവാശി. പിന്നെ ദീപ്തി അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ആ നേരം കൊണ്ട് ഞാൻ പതുക്കെ വന്ന് സ്കൂട്ടായി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ഫുള്ള് ലൈറ്റ്, അതായത് ഏകദേശം 3.3 മില്യൺ ലൈറ്റ്സ് ഇതിൻ്റെ അകത്തുള്ളത്. അതിലൊരു 1000 ലൈറ്റ്സ് ഫുള്ള് ക്രിസ്മസ് തീമുമായി അലങ്കരിക്കപ്പെട്ടതാട്ടോ. അത്രയ്ക്കും മനോഹരമാണ്. ഞാനത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷേ നേരിട്ട് കാണുന്നില്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത്ര ബ്യൂട്ടിഫുള്ളാണ്. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഏരിയ ഉണ്ടല്ലോ, അത് കിഡ്സ് ആക്ടിവിറ്റി ആട്ടോ. വേറെ ഒന്നുമില്ല, അവരുടെ മുഖത്ത് ക്രിസ്മസ് തീമുമായി ബന്ധപ്പെട്ട പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് കൊടുക്കണ ഒരു ചെറിയ പരിപാടി. പിന്നെ നമുക്കിങ്ങനെ ചുറ്റി കറങ്ങി നടന്ന് കാണട്ടോ. ഒത്തിരി നടക്കണ വഴി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നടന്ന് ടയേർഡാവില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലത്തെ ലൈറ്റുകൾ, ഓരോ ലൈറ്റുകളും ട്രീയും അതുപോലെ തന്നെ എന്താ ഗിഫ്റ്റുകളുടെ മോഡൽ, എന്താ പറയണേ, ഇതെങ്ങനെ പറഞ്ഞ് വിവരിക്കണമെന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടില്ല. അത്ര ബ്യൂട്ടിഫുള്ളാണ് നമുക്ക് കാണാനായിട്ട്. ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ എവിടെ തിരിഞ്ഞാലും ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷനുള്ളൂ. ഇതാണ് കേട്ടോ ആ ലേക്കിൻ്റെ ഒരു സൈഡ്. ഇനി നമ്മളിപ്പോൾ കാണുന്ന അപ്പുറത്തെ സൈഡിലേക്ക് എത്തണം. അതുവരെ നമ്മളിങ്ങനെ
ചുറ്റിക്കറങ്ങി നടന്ന് കാണും. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആയാലും എൻ്റെ നാട്ടിൽ അങ്കമാലിക്ക് അടുത്ത് മലയാറ്റൂർ നക്ഷത്ര തടാകം, അങ്കമാലിയാണ് അങ്ങാടിക്കടവിൽ വേറൊരു ലേക്കിനോട് ചേർന്നൊരു പരിപാടിയുണ്ട്. അങ്ങനെ മൊത്തത്തിൽ എല്ലായിടത്തും ഇപ്പോൾ ഇങ്ങനത്തെ സംഭവം കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു 2018 സ്റ്റാർട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് സാന്റ വില്ലേജ് ഉണ്ട്, അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ അകത്ത് സാന്റ ആയിട്ട് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. ഞങ്ങൾ ചെന്നൊന്നും കണ്ടില്ല. അങ്ങനത്തെ പിള്ളേർക്കൊക്കെ ഇല്ലേ നല്ല രസമാണ് കേട്ടോ. അതുപോലെ പിള്ളേർക്ക് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലിക്കായാലും സമയം പോകണമെന്ന് അറിയില്ല. എന്തായാലും ക്രിസ്മസ് ടൈമിലൊക്കെ ഇതൊക്കെ ഒന്നും മിസ് ചെയ്യരുത്. ഇത് കണ്ടിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ തുടക്കം ഞാൻ പറഞ്ഞില്ലേ ക്രിസ്മസ് തീമുമായി ബന്ധപ്പെട്ട ലൈറ്റുകളെന്ന്, അതാണ് നമ്മൾ കാണുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസിൻ്റെ സന്ദേശം കൊടുക്കാവുന്ന രീതിയിലുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. ഇവർ മൊത്തം ഓട്ടം തന്നെ ആയിരിക്കും. അതുകൊണ്ട് കൂട്ടം തെറ്റി പോകാതെ നമ്മൾ നോക്കണം. അങ്ങനത്തെ ഒരു കാര്യം കൂടി നിങ്ങൾ പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മളിപ്പോൾ ഈ കാണുന്ന ക്രിസ്മസ് ട്രീ കേട്ടോ. എന്താ ഒരു ഭംഗി നോക്കണം. അടുത്ത് ചെലുമില്ലേ ക്രിസ്മസിൻ്റെ തീമൊക്കെ വെച്ച് സെറ്റ് ചെയ്യണ ക്രിസ്മസ് ട്രീയുടെ ഭംഗിയില്ലേ, അതൊരു ഒന്നൊന്നര സംഭവം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നമ്മൾ നടന്ന് നേരെ പോകാം. അപ്പോൾ തന്നെ അവിടെ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് നിന്ന് ഫോട്ടോ എടുക്കാനുള്ള കുറേ സെക്ഷനൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഈ ലൈറ്റ് ഫെസ്റ്റിവൽ? അടിപൊളി അല്ലേ? അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു ഫെസ്റ്റിവലും ക്രിസ്മസ് ലൈറ്റ് ഡെക്കറേഷനും നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് എക്സിറ്റിൻ്റെ അവിടെ ഞങ്ങൾ എത്തിയിട്ടോ. എന്തൊക്കെ പറഞ്ഞാലും കണ്ടിരിക്കേണ്ട ഒരു സംഭവം കേട്ടോ ഈ ക്രിസ്മസ് ഫെസ്റ്റിവൽ ലൈറ്റ് ഷോ. അടിപൊളിയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഈ സ്ഥലത്തെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.